അകത്ത് സൗകര്യം വളരെ കുറവാണ്. വാടകയും കുറവാണല്ലോ. അല്ല സാറേ, ഇത്ര പെട്ടെന്നൊരു വീട് മാറ്റത്തിന്റെ കാര്യം എന്താണ്? ഉണക്കമരം വെട്ടിമാറ്റിയില്ലേ ഒടുവിൽ അത് പുരപ്പുറത്ത് വീഴും. ഓ അതാണോ? അല്ല സാറേ, പുറപ്പുറത്ത് വീഴാതെ മരം വെട്ടി മാറ്റിക്കൂടെ? മാറ്റാ. എന്റെ അടുത്ത് അതിന് പറ്റിയ ഒരാളുണ്ട്, ഞാൻ രാവിലെ അങ്ങോട്ട് അയച്ചു തരാം. എടോ, കുടുംബാസ്വാസ്ഥ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കഠിനമായി അധ്വാനിക്കുന്നത് സമ്പാദിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ അരച്ചാണ്ട് വയറിന് വേണ്ടി അല്ല. അല്ലേ? മനസ്സമാധാനത്തിന്. ആരാണ് കുറ്റക്കാരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെയാവും. പക്ഷെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിയാ, പക്ഷെ എന്റെ പരിപാടി അതല്ല. മനസമാധാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ അപ്പൊ ഞാൻ വെള്ളം അടിക്കും, പിറ്റാവും. പിന്നെ ഒന്നും അറിയണ്ടല്ലോ, പിറ്റേ നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ആദ്യം കണ്ട കോളനിയിലെ വീട് വാടക ഇത്തിരി കൂടുതലാണെങ്കിലും ആ വീട് മതി. ആയിക്കോട്ടെ, മുത്തന്നെ അഡ്വാൻസ് എടുത്തേക്കാം. തനിക്കൊരു കാറൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഇപ്പൊ തന്നെ ഓട്ടോയ്ക്ക് എത്രയാ ചെലവാകുന്നത്? കാറാകുമ്പോ അത്രയും വരില്ല. ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല. ആ സാമുവലിന്റെ പേയ്മെന്റ് അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക. മാസാമാസം സാറ് ശമ്പളത്തിന് പിടിച്ചോളൂ. ആ ഏതായാലും താൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ? എന്തായി? മൂപ്പര് അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ.